ഹരാരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യനിങ്ങനെ ലോകത്തിലെ ഏറ്റവും വിശേഷ ബുദ്ധിയുള്ള, ലോകത്തെ അടക്കി ഭരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്ന് മനുഷ്യന് മാത്രമേ അറിയാവുള്ളൂ. വേറെ ഒരു ജീവിക്കും ഈ സത്യം അറിയത്തില്ല, നമ്മൾ അടക്കി ഭരിക്കുന്നവരാണ് എന്നുള്ളത്. അതങ്ങനെ ആകാൻ കാരണം നമ്മുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റിയാണ്. അങ്ങനെ കോർഡിനേഷൻ കപ്പാസിറ്റി ഉണ്ടായതിന് പിന്നിൽ കഥകൾക്ക് വലിയ പങ്കുണ്ട്. കഥകളെന്ന് പറയുന്നത് ആരോപിത മൂല്യം എന്ന് പറയുന്ന ഒന്നാണ്. ആരോപിത മൂല്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ഒരു പരിധിവരെ കഥകളാണ്. ആ കഥകൾ നമ്മൾ വിശ്വസിക്കുന്നു. രാജ്യത്തിൻ്റെ അതിർത്തികൾ മനുഷ്യനുണ്ടാക്കിയ ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. ഒരു ബോർഡറിന് ഇപ്പുറത്ത് പാകിസ്ഥാനാണെന്നും ഇപ്പുറത്ത് ഇന്ത്യ ആണെന്നും ഒരു കാക്കയ്ക്കോ ഒരു പൂച്ചയ്ക്കോ മറ്റൊരു ജീവിക്കും ഈ ലോകത്ത് അറിയില്ല. നമുക്ക് മാത്രമാണ് അവിടെ ഒരു വരയുണ്ടെന്നും ഈ വരയ്ക്ക് ഇപ്പുറം ഈ രാജ്യമാണെന്നും ഇപ്പുറം ഈ രാജ്യമാണെന്നും അറിയുള്ളൂ. നമുക്ക് മാത്രമാണ് 100-ന്റെ നോട്ടിന് 100-ന്റെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന. അപ്പോൾ അങ്ങനെ എല്ലാ ഫിക്ഷണൽ സ്റ്റോറീസ്, അങ്ങനെയുള്ള കഥകളിലാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാനൊരു പാർട്ടിയുടെ കൊടിയെടുത്ത് വലിച്ചു കീറിയാൽ എല്ലാവരും വന്ന് എന്നെ തല്ലാൻ കാരണം അതൊരു തുണിയാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ആ കൊടിയിന്മേൽ ഒരു വലിയ ആരോപിത മൂല്യമുണ്ട്. ഇതിനകത്തൊരു വലിയ കാര്യങ്ങളുണ്ട്, വലിയ ആശയങ്ങളുണ്ട്. അത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിർത്തുന്ന ഒരു ചിഹ്നമാണ് അതിലുള്ളത് എന്നൊക്കെ ഉള്ള ആരോപിത മൂല്യങ്ങളുണ്ട്. അപ്പോൾ PR-ന്റെ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കഥകൾ ഉണ്ടാക്കപ്പെടുക, കഥകൾ കാണിച്ചു കൊടുക്കുക, മറ്റൊരാളെ പറ്റി കഥകൾ മെനയുക, പറയുക, ആ കഥകളിലെ നല്ല വേഷങ്ങൾ നല്ല കഥാപാത്രങ്ങളായി ഈ പറയുന്ന ആളുകളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് PR ഏജൻസികളുടെ, ഒരു 15 വർഷം മുമ്പ് PR ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ടോ എന്നറിയില്ല. കമ്പനികളിൽ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതൊരു ബന്ധം നിലനിർത്താനാണ്, ഇമേജ് നിലനിർത്തുന്നതിനോ ഇമേജ് വളർത്തുന്നതിനോ വേണ്ടിയുള്ള കാര്യമായിരുന്നില്ല. ഇപ്പോൾ PR ഏജൻസി എന്ന് പറയുന്നത് വലിയ തോതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കി അതിൻ്റെ പുറകെ നമ്മൾ നടന്ന് മാനേജ് ചെയ്യേണ്ട ഒരു സ്ഥലമായി വളർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പല PR-കളുടെയും അതിൻ്റെ പലതിലും പെട്ടിരിക്കുന്നവരാണ് നമ്മൾ വിശ്വസിക്കുന്ന പലതും. നമ്മൾക്ക് ഇതുപോലെ പറഞ്ഞു തന്ന, നമ്മൾ കേട്ട കഥകളിലൂടെയാണ് പലതും അതല്ല സത്യം എന്നുള്ളതാണ് പറഞ്ഞത്.